മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇതിലും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വേറൊരു സ്നാക്സ് ഉണ്ടാവില്ലേ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 പച്ചമുളകും ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 4 വെളുത്തുള്ളിയും പിന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു പിടിയോളം മല്ലിയിലയും ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് ഇതുപോലെ ആക്കിയെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3 കോഴിമുട്ട ഒന്ന് അടച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കപ്പോളം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടെ നല്ലപോലെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്നതോട് കൂടിയിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് നമുക്കൊരു ബ്രെഡ് ഇതുപോലെ അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴ്ഭാഗം ഏകദേശം ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് വന്നാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ച് 2 ഭാഗം ഒന്നങ്ങ് ഫ്രൈ ആക്കിയിട്ട് നമുക്കിതുപോലെ അങ്ങ് കോരിയെടുത്താൽ മതിയേ. അപ്പം നല്ല ടേസ്റ്റിയും ഈസിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ.